ഹായ് ഫ്രണ്ട്സ്, നിറക്കൂട്ട് വ്ളോഗ്സ് എന്ന് ഒരു സിമ്പിൾ ഡ്രിങ്ക് ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കണ്ടാലോ? ഈ ചൂടത്ത് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തൊക്കെ പോവില്ലേ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരി മാറ്റിയ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ഈത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോഫ്റ്റ് അല്ലാത്ത ഈത്തപ്പഴമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം മാത്രം ഇടുക. അടുത്തതായിട്ട് ആപ്പിൾ കൂടി അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. തോട് കളഞ്ഞ ശേഷമാണ് ഒരു ആപ്പിൾ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 2 പഴമാണ് ചേർക്കുന്നത്. പഴം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പഴം ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. വെയിറ്റ് കൂട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഏത്തപ്പഴം എടുത്താൽ മതിയാവും. ഇനി അതിലേക്ക് അവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അവിൽ ചേർക്കുന്നുണ്ട്. ഒരു പാനിലിട്ട് ജസ്റ്റ് റോസ്റ്റാക്കി എടുത്ത അവിലാണ് ചേർക്കുന്നത്. 2 മിനിറ്റ് ചൂടാക്കിയാൽ മതിയാവും. ഒരു ഫ്ലേവറിനായിട്ട് അടുത്ത് കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. 1 ടീസ്പൂണോളം കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. കൊക്കോ പൗഡർ കയ്യിലില്ലാത്തവർക്ക് ബൂസ്റ്റ് ചേർത്താലും മതിയാവും. അതിലേക്ക് മധുരത്തിന് പാകത്തിനായിട്ട് മിഠായി മീറ്റാണ് ചേർക്കുന്നത്. മിൽക്ക് മെയ്ഡ് ഉള്ളവർ മിൽക്ക് മെയ്ഡ് ചേർത്താലും മതിയാവും. ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഐറ്റംസ് ചേർക്കാം. ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് കറക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് പാൽ കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട്. നല്ല തണുപ്പ് വേണമെന്നുള്ളവർക്ക് ഫുൾ കട്ടയാക്കിയ പാല് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒന്ന് ഹാഫ് മാത്രമേ പാല് കട്ടാക്കിയിട്ടുള്ളൂ. കുറച്ച് പാൽ ആദ്യം ചേർക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കി കട്ടയും കൂടി അതിലായിട്ട് ചേർത്ത് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒരു പാക്കറ്റ് പാല് ഫ്രീസറിൽ വെച്ചിട്ട് അത് ഫുള്ളായിട്ട് കട്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ പാല് മുഴുവൻ ചേർത്ത് കഴിഞ്ഞു. ഇനി ബാക്കി കട്ട കൂടി അതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചാൽ മതിയാവും. മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത്. കൊക്കോ പൗഡർ കൂടെ ചേർത്തതുകൊണ്ട് നമുക്ക് നല്ലൊരു ബ്രൗൺ കളറിലുള്ള അവിൽ മിൽക്ക് ഷേക്കാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഡെക്കറേഷൻ പരിപാടിയിലേക്ക് കിടക്കാം. ഒരു ജ്യൂസ് ഗ്ലാസ്സിലേക്ക് അവിൽ മിൽക്ക് ഷേക്ക് വീത്തി കൊടുക്കുകയാണ്. 1 സ്പൂണ് റോസ്റ്റ് ചെയ്ത് വെച്ച അവിൽ കൂടി ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിന് മുകളിലേക്ക് 2-3 അണ്ടിപ്പരിപ്പ് കൂടി വെച്ച് കൊടുക്കുന്നു. ഡെക്കറേഷന് മുന്തിരി മാത്രമായിട്ട് കുറയ്ക്കേണ്ട, കുറച്ച് മുന്തിരി കൂടി വയ്ക്കുന്നു. സ്വാദിഷ്ടമായ അവിൽ മിൽക്ക് ഷേക്ക് തയ്യാറായി കഴിഞ്ഞു. വെറും 2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു മിൽക്ക് ഷേക്ക് നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുമല്ലോ അല്ലേ? വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.